ആയിരക്കണക്കിന് ഡയാലിസിസ് കൂപ്പണുകൾ പ്രിയപ്പെട്ട സാജു ചാക്കോയുടെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞു. അത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ സൈലന്റ് കില്ലറാണ്, അവനെ അറിയിക്കുന്നില്ല. ആദ്യമേ തീരുമാനം നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അധ്യക്ഷൻ ശ്രീ സാജു ചാക്കോ, സാജു ചേട്ടാന്ന് വിളിക്കാറ്, ഉദ്ഘാടകൻ നമ്മുടെ പേരനാണ് MLA ശ്രീ ജോൺ ജോൺ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഫാദർ ജോൺ കൈനൽ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന്റെ മനസ്സിൽ അത് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആശംസകൾ പറയാൻ ഡോക്ടർ MT ആന്റണി, ശ്രീമതി ബേബി വർഗീസ്, ശ്രീമതി എൽസമ്മ ജോർജ് ഉൾപ്പെടെയുള്ള ഈ മഹത്തായ പ്രസ്ഥാനം ശ്രീ ജീവദായ ഫൗണ്ടേഷന്റെ മറ്റ് അംഗങ്ങളെ, നല്ലവരായ എത്തിയിരിക്കുന്ന അർജുൻ പറഞ്ഞത് ഇങ്ങനെ 50 പേഷ്യൻസ്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ്, 50 പേഷ്യൻസ് ഉണ്ടാവും, ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും, അവർക്ക് വലിയ കാര്യങ്ങൾ സംസാരിക്കാനാണ് പറഞ്ഞത്. അവർക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ സാഹചര്യത്തിലെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരു ക്ലാസ് എന്ന രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതിനൊരു മൂഡ് ഉണ്ടാവില്ല എനിക്കറിയാം. എങ്കിലും ഇന്ന് എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക കിഡ്നി ദിനം അല്ലെങ്കിൽ ലോക വൃക്കദിനമായിട്ടായിരിക്കുകയാണ്. എന്നാൽ ഇതോടനുബന്ധിച്ച് ലോകത്തെമ്പാടും ഈ വൃക്കരോഗത്തെക്കുറിച്ചും വൃക്കരോഗത്തിന്റെ വൃക്കരോഗങ്ങളുണ്ടാകാവുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചും വരാതിരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചും മറ്റും പൊതുജനങ്ങളിൽ അവബോധം അവയർനെസ് ക്ലാസുകൾ, അവയർനെസ് നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്നത്തെ എല്ലാത്തിനും ബോധവൽക്കരണമാണ് പ്രധാനപ്പെട്ട സംഭവം. അത് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും ഇന്നിപ്പോ ഓരോ ദിവസവും ഓരോ ദിനാചരണങ്ങളാണ്. ഇന്നിപ്പോ ഈ ദിനാചരണത്തോടൊപ്പം തന്നെ ഗ്ലോക്കോമ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ദിനാചരണം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ദിനാചരണങ്ങളെല്ലാം വർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പല സന്ദർഭത്തിലും ഞങ്ങൾ രോഗികളായിട്ട് സംസാരിക്കുമ്പോഴും ഇതൊന്നും അവർക്ക് മനസ്സിലേക്ക് വരുന്നില്ല. ഈ ഉദാഹരണത്തിനുള്ള കിഡ്നി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഈ കിഡ്നിയുടെ ഒരു സന്ദേശമുണ്ട്, ഇന്നത്തെ കിഡ്നിയുടെ സന്ദേശമുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടാവും വിചാരിക്കുന്നു. ഇന്ന് കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ എന്നാണ്. കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു കിഡ്നി. കെയറിംഗ് ഫോർ പീപ്പിൾ, നമ്മൾ പൊതുജനങ്ങളെ സാന്ത്വനപ്പെടുത്തും എന്ന് പറയുന്നതുപോലെ തന്നെ അവർ കെയർ ചെയ്യുമ്പോൾ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രത്യേക അതിനാൽ ഈ ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് കിഡ്നിയുടെ അസുഖം പഴക്കം ചേർന്ന് വരുമ്പോൾ ഏറ്റവും അവസാനം എത്തുന്നത് ഒന്ന് ഡയാലിസിസിലേക്കായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിലേക്കായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ ട്രാൻസ്പ്ലാന്റുകൾ കൂടുതൽ നടക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഡയാലിസിസ് ആണ്. ഡയാലിസിസ് എന്നുള്ള പ്രക്രിയ ഒരു കിഡ്നി പേഷ്യന്റിന് 3-4 ഡയാലിസിസ് ആഴ്ച നടക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം വളരെ കൂടുതലാണ്. കാരണം അത്രയും കണ്ടമാനം ജലം ആവശ്യമുണ്ട്, ഡിസ്പോസലുണ്ട്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിഡ്നി പേഷ്യൻസിനെ കുറയ്ക്കാൻ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ഭൂമിയെ പരിരക്ഷിക്കുക എന്നുള്ള ഭാഗമായിട്ട് ഡയാലിസിസിന്റെ ഈ എന്താ പറയുക പരിസ്ഥിതി പ്രശ്നം വരുന്ന രീതിയിലുള്ള ആ രീതികൾ മാറ്റിക്കൊണ്ട് ഡയാലിസിനെ കൂടുതൽ മെച്ചപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയെ, രോഗത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ രക്ഷിക്കുന്ന രീതിയിൽ തന്നെ അത് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ് കൂടി നടക്കുക. അതിന്റെ കൂടുതൽ എക്സ്പെരിമെന്റ്സും മറ്റും കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം പഠനങ്ങളും എല്ലാം നടക്കുക എന്നുള്ളവരെയാണ് ഈ ഒരു വർഷത്തെ തീം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
കിഡ്നി പേഷ്യൻസിനെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ എത്രയും അസുഖം വരാൻ സാധ്യതയുള്ള എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അവരെ ക്രോണിക് ഡിസീസിലേക്ക് തള്ളിവിടാതെ തന്നെ പരിരക്ഷിച്ചുകൊണ്ട്, എന്നാൽ ആ ക്രോണിക് ലെവലിലേക്ക് മാറിപ്പോയാൽ അവരുടെ ചികിത്സാ രീതികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റ് ജനങ്ങൾക്കും അല്ലെങ്കിൽ പ്രകൃതിക്കും ഓട്ടം വരാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. അതാണ് ഈ വർഷത്തെ തീം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മള് നമുക്കറിയാം കിഡ്നി അസുഖത്തിലേക്ക് മാറാതിരിക്കണമെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ കിഡ്നി ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ പഴക്കരുന്ന രീതിയിലേക്ക് അസുഖം മാറാൻ സാധ്യതയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡയബറ്റീസ്, ഷുഗറാണ്. രണ്ടാമത്തത് ബ്ലഡ് പ്രഷറാണ്. മൂന്നാമത്തത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണ്. നാലാമത്തത് ഇഞ്ചുറികളാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറികളാണ്. അഞ്ചാമത്തത് എപ്പോഴും പാരമ്പര്യത്തിന്റെ ഒരു കേസ് എപ്പോഴുണ്ട്. ഈ ഒരു കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഷറും ഷുഗറുമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ തടഞ്ഞു നിർത്താം? നമ്മളുടെ ഏറ്റവും ഇത് ഷുഗർ ഉണ്ട് കണ്ടുപിടിക്കുമ്പോൾ മുഖത്ത് എല്ലാവർക്കും ഒരു ചിരിയാണ്. ഏതാണ് ഷുഗർ ഉണ്ട്, അപ്പൊ എന്തോ മസാല മാത്രം കഴിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലല്ലോ, ഷുഗർ ഉണ്ടാകുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഷുഗറിന് നമ്മൾ ഡേ 1 മുതൽ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ നമ്മള് ഒരു വീട്, ഒരു ഭവനം ഉണ്ടാക്കിയിട്ട് പണ്ടൊക്കെ പൈപ്പ് ലൈനിൽ നിന്നാണ് എടുത്തത്. അപ്പൊ സ്ലാബ് പിടിക്കുന്ന അപ്പൊ പണ്ട് വീട് അല്ലെങ്കിൽ ഇനോഗ്രേഷൻ ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഫുൾ പൈപ്പ് നല്ലോണം വെള്ളം കിട്ടുന്ന ഭാഗമാണ്. പക്ഷെ വർഷങ്ങൾ കൊണ്ട് 5, 10, 15 കൊല്ലം കഴിയുമ്പോൾ ഒരു ക്രിസ്മസിനോട് ചെല്ലുമ്പോൾ വെള്ളം വരുത്തില്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചു പോയി. വളരെ വർഷങ്ങൾ കൊണ്ടാണ് ഈ കൂടി നിൽക്കുന്ന ഷുഗർ ഉള്ള ബ്ലഡ് രക്തക്കുഴലിൽ കൂടി ഓടിക്കഴിയുമ്പോൾ രക്തക്കുഴലിന്റെ വിസ്തീർണം കുറഞ്ഞു വരുന്നത്. പെർമനന്റ് എൻഡോത്തീലിയൽ ഡാമേജ്, സ്ഥിരമായിട്ട് രക്തക്കൊള്ളികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പാടുകളാണ്. ആ ഡാമേജ് വരുന്നതോറും രക്തക്കൊള്ളികളുടെ വിസ്തീർണം കുറഞ്ഞു വരും. ഒരു പരിധി എത്തുമ്പോൾ ആ രക്തക്കൊള്ളികളിലൂടെ ഓടുന്ന രക്തം അപ്പുറത്തിരിക്കുന്ന അവയവത്തിന് എത്താണ്ട് വരുമ്പോഴാണ് ആ അവയവത്തിന് അസുഖം പുറത്ത് കാണിക്കുന്നത്. അന്നാണ് ഷുഗർ ഒരു അസുഖമാകുന്നത്. അതിന്റെ ഒരു എൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് അസുഖമായിട്ട് അറിയുന്നത്. അപ്പൊ ഈ കിഡ്നി ആയിട്ട് ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയബറ്റിസായിട്ട് ബന്ധപ്പെട്ട ഒരു കിഡ്നി അസുഖം വരുമ്പോൾ അത് എൻഡ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും. ഈ ഒരു പെർമനന്റ് എൻഡോത്തീലിയൽ ഡാമേജ് കൊണ്ട് അതിന്റെ വിസ്തീർണം കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഇറിവേഴ്സിബിൾ ആണ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കിഡ്നിയെ പലരും സൈലന്റ് കില്ലറിനെ വിളിക്കുന്നത്. ഒരു വിധത്തിലും പുറത്തേക്ക് അറിയിക്കാണ്ട് തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ കാല് നീര്, മൂത്രമൊഴിക്കുമ്പോൾ പല ചെക്ക് ചെയ്യുമ്പോഴാണ് കിഡ്നിയുടെ അസുഖം. അതുകൊണ്ട് കിഡ്നി മാത്രമല്ല മറ്റ് പല അവയവങ്ങളിലേക്കും പല രക്തക്കൊള്ളികളുടെ അളവ് കുറഞ്ഞു വരുന്ന രീതി ഉണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റീസ് കൺട്രോളാണ്, ഷുഗറിന്റെ കൺട്രോളാണ്. അത് ഡേ 1 മുതൽ ഷുഗറിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ എത്ര വർഷമാണെങ്കിൽ പോലും ഈ ഒരു പ്രക്രിയ വിസ്തീർണം കുറയുന്ന പ്രശ്നം നടത്തി. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, BP എന്നുള്ള സാധനം നമുക്ക് ആവശ്യമുള്ളതാണ്. BP കുറയ്ക്കാനായപ്പോൾ നമ്മൾ തളർന്ന് താല്പര്യം നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. എല്ലാവർക്കും പ്രഷർ ആവശ്യമുണ്ട്. പക്ഷെ ഒരു പരിധിയിൽ കൂടിയാൽ ഓരോ മിനിറ്റിലും 72 or 80 പ്രാവശ്യം വെച്ച് ഹാർട്ടിലേക്കോ കിഡ്നിയിലേക്കോ ബ്ലഡ് ഇത്ര സ്പീഡിൽ ചെന്നിടിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് 5 or 10 കൊല്ലം കഴിയുമ്പോൾ അസുഖമായിട്ട് തിരിച്ചു വരുന്നത്. ഇതെല്ലാം വളരെ നിസ്സാരമായ കാര്യമാണ്, ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ കിഡ്നി നമുക്ക് എന്താണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നല്ല ശരീരത്തിലുള്ള ബ്ലഡിന്റെ വേസ്റ്റുകളെല്ലാം മാറ്റും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ കിഡ്നിയുടെ ആവശ്യമുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള ഫ്ലൂയിഡിനെ നിയന്ത്രിക്കാൻ, ഉപ്പുകളെ നിയന്ത്രിക്കാൻ കിഡ്നിന് ആവശ്യമുണ്ട്. പിന്നെ ഇതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് കാരണങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്നൊക്കെയാണ്. ഒന്ന് മൂത്രത്തിന്റെ അളവ് കുറയല്, വിശപ്പില്ലായ്മ, മനം മറിയല്, പിന്നെ മൂത്രത്തില് പത പോകുന്നത്, പിന്നെ ശ്വാസം മുട്ട് അല്ലെങ്കിൽ
നടത്തുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെല്ലാം അറിയുമ്പോഴായിരിക്കും നമ്മൾ പോയി പരിശോധിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരു ടൈം വെച്ചത് 3 മാസം 6 മാസം വെച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് തലത്തിലൊക്കെ NCD ക്ലിനിക്കുകളുണ്ട്. ഓരോ വീടുകളിലും ആശാ വർക്കേഴ്സ് മാർച്ചെന്നിട്ട് പ്രഷറും ഷുഗറും നോക്കുന്ന ഒരു നടക്കുന്നുണ്ട്. അതിനൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ പെട്ടെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രക്രിയ നമ്മുടെ സംവിധാനത്തിലുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കണ്ടുപിടിച്ചാൽ ഉണ്ടാകുന്നതാണെന്നുള്ള കാര്യം മെഡിസിൻ എന്ന് പറയുമ്പോഴും മെഡിസിൻ 3-ാമത്തെ ഭാഗങ്ങളുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ അതിന്റെ കാരണം എന്താണ്, അതിനെ നിയന്ത്രിക്കുക എങ്ങനെ. മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, ഡയറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊരു കാരണം കൊണ്ടാണ് കുട്ടിക്ക് അസുഖം വന്നത് അതനുസരിച്ചുള്ള ഡയറ്റ്, ഭക്ഷണ രീതികളുണ്ട്, എക്സസൈസുകളുണ്ട്, മറ്റേ റെഗുലറായിട്ടുള്ള എക്സസൈസുകളുണ്ട്. പിന്നെ നമ്മുടെ രീതിയിൽ മാറ്റേണ്ടത്, ഉപ്പിന്റെ അംശം കുറയ്ക്കേണ്ടത്. ഓരോ വ്യക്തികൾക്കും ഓരോ രോഗികൾക്കും പല രീതിയാണ്, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ വെള്ളം വീട്ടിലുണ്ടാവുക കുറയ്ക്കേണ്ടതുണ്ട്, ഒരാൾക്ക് 1 ലിറ്റർ മറ്റൊക്കെ 1 ലിറ്ററായിട്ട് കുറയ്ക്കേണ്ടതുണ്ട്, ഉപ്പുകൾ കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വരുത്തുന്ന മാറ്റങ്ങൾ അത് കൃത്യമായിട്ട് നടത്തുന്നതുണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾ, ഇതെല്ലാം മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ട കൂടുതലായിരിക്കുന്നത് നമ്മുടെ ഈ രോഗികളെ പരിചരിക്കുന്നവരാണ്, കുടുംബാംഗങ്ങളാണ്. അവർക്ക് ഉണ്ടാകുന്ന ഒരു കിഡ്നി രോഗി, ക്രോണിക്കായിട്ട് കിഡ്നി രോഗി നമ്മുടെ വീട്ടിലുണ്ടാകൊണ്ടാണ് ബുദ്ധിമുട്ടിനെ പറ്റി അച്ഛനോട് വിശദമായി തന്നെ പറഞ്ഞത്. അപ്പൊ അത് ആ ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ അത് നടക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അവര് പലപ്പോഴും അറിയാൻ വെള്ളം കുടിക്കണം ബുദ്ധിമുട്ട് കാണിക്കുന്നു, ചില ഭക്ഷണ സ്ഥാനത്ത് കൂടുതൽ കഴിക്കണമെന്നുള്ള ആഗ്രഹം കാണിക്കുന്നു. ഇതിനെയും കൂടി നമ്മൾ കണ്ടുകൂടിയുണ്ട്. ഇതെല്ലാം ഒത്തല്ലെങ്കിൽ പോയിട്ട് വേണം ഇവർക്ക് ജീവിതം സുഗമമായിട്ട് എത്തോളം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഇതാണ് ഒരു ഔട്ട്ലൈൻ. ഞാൻ ക്ലാസ്സിന്റെ രീതിയിൽ പറയുന്നതെന്ന് വെച്ചിട്ടാണ് ഞാനെല്ലാം സംസാരിക്കുന്നത്. എന്തെങ്കിലും എന്നോട് ചോദിക്കാനെങ്കിൽ ചോദിച്ചാൽ മറുപടി പറയാം. അച്ഛൻ ഏറ്റവും പെട്ടെന്ന് അറിയാം, ഏറ്റവും ആദ്യം വരുന്ന ചേഞ്ച് ആൽബമിന്റെ മൂത്രത്തിൽ കൂടി ആൽബം പോവുക. അതുകൊണ്ട് ക്രിയാറ്റിൻ നോക്കിയിട്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നതല്ല. ആദ്യം മൂത്രത്തിൽ കൂടെ ആൽബുമിൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറയും, പ്രവർത്തനത്തിന് കുറവ് കുറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസ്തീർണം കുറഞ്ഞു കുറയും. യൂറിൻ ആൽബുമിൻ നോക്കുമ്പോൾ അത് ട്രേസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കണ്ടാൽ ആൽബുമിൻ പോകാൻ തുടങ്ങി. അപ്പോൾ എത്ര ആൽബുമിൻ പോകുന്നുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. യൂറിൻ മൈക്രോ ആൽബുമിയൂറിയ, അതിന്റെ ഒരു യൂറിൻ ക്രിയാറ്റിൻ നഷ്ടപ്പെടും. ഇത് രണ്ടിന്റെ റേഷ്യോ വെച്ചിട്ട് ഈ കിഡ്നിയിലേക്കുള്ള അസുഖം വന്ന് തുടങ്ങി എന്നുള്ള മനസ്സിലാവും. അതാണ് സത്യം. പിന്നെയാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചാൽ തന്നെ എന്താണ് കാരണം, ആ രോഗം വരാനുള്ള കാരണം കണ്ടുപിടിക്കുക, അതിനെ ചികിത്സിക്കുക. ഉദാഹരണത്തിന് മിക്കപ്പോഴും കൂടുതലും കാണുന്നത് ഷുഗർ തന്നെയായിരിക്കും. അപ്പൊ ഏറ്റവും നമ്മൾ മൂത്രത്തിലൂടെ തന്നെ ആദ്യം കണ്ടുപിടിക്കും. പിന്നെ ഉള്ളത് കിഡ്നിക്ക് നമുക്കൊരു കിഡ്നിക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഉണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എർത്രോപോയറ്റിനും റെനിനും കാൽസിട്രോളും ഹോർമോൺസ് ഉണ്ട്. ഈ റെനിന്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം മാത്രം. പ്രഷർ കൂടി നിൽക്കുന്നത് തന്നെ ചിലപ്പോൾ കിഡ്നിയുടെ പ്രശ്നം ഉണ്ടായിരിക്കും. തിരിച്ചായിരിക്കും പ്രഷർ കൂടി നിൽക്കുന്നത് കിഡ്നിയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കും. കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നതുകൊണ്ടായിരിക്കും. കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ വീണ്ടും പ്രഷർ കൂടും. വൈസ് ബേസിക്കലി അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടുത്തലേക്ക് പോകുന്നത്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഉൾപ്പെടെ അതിനുപരി നേരത്തെ തന്നെ കണ്ടറിയാനുള്ള റൂട്ടീൻ പരിശോധനകൾ, ഹെൽത്ത് പരിശോധനകൾ നടത്തും. ഒന്നും ഉണ്ടാവില്ല. അതാണ് നേരത്തെ പ്രത്യേകിച്ച് ഷുഗറായിട്ട് ബന്ധപ്പെട്ടുള്ള കിഡ്നി പ്രശ്നം എന്ന് പറയുമ്പോൾ സൈലന്റ് കില്ലറാണ്. അവനെ അറിയിക്കത്തില്ല. ആദ്യമേ തീരുമാനം നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും. അതിലേക്ക് വരാതിരിക്കുക, അതുവരെ നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് സമയബന്ധിതമായി പരിശോധനകൾ നടത്തുക. അതിന് മാസത്തിൽ 3 മാസത്തിൽ 2-3 മണിക്കൂർ അതുപോലെ നമ്മളിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് വെള്ളം കുടിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. ആ വെള്ളം മനുഷ്യന്റെ ശരീരത്തിലും കിഡ്നിക്കും എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് സാധാരണക്കാർക്ക് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയുകയാണെങ്കിൽ. ചൂട് കൂടി വരികയാണ്, അപ്പോൾ ഉണ്ടാകുന്ന ജലനഷ്ടം, അതുപോലെ തന്നെ പൊല്യൂഷൻ, രണ്ടും കിഡ്നി ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. നമുക്ക് ജലാംശം നമ്മുടെ അന്തരീക്ഷത്തിൽ കുറഞ്ഞു വരുന്നു, അതുപോലെ നമ്മുടെ ഇൻടേക്ക് കുറയുന്നു, ആ കിഡ്നിയുടെ ഹെൽത്ത് ബാധിക്കും.
കിഡ്നിയുടെ അസുഖം വന്നത് ഡയാലിസിലേക്ക് മാറുമ്പോൾ വീണ്ടും അതിന് 10 ഇരട്ടി ജലം വേണം ആണ് സൈക്കിൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആ ട്രീറ്റ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഡയാലിസിസ് എന്നുള്ള ആ ചികിത്സാ രീതിക്ക് തന്നെ ഇത്രയും പ്രകൃതിയെ ആശ്രയിച്ച് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് പോയി. ഇന്ന് ഞാൻ പറഞ്ഞില്ല വേൾഡ് ഗ്ലോക്കോമ ഡേ കൂടിയാണ്. അപ്പൊ അത് കണ്ണിന്റെ ഉള്ളിലുള്ള പ്രഷറിന്റെ ഒരു പ്രഷർ വെച്ച് പ്രഷർ കൂടുമ്പോണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോക്കോമ. അത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത് ഗ്ലോക്കോമ കൊണ്ടാണ്. ഗ്ലോക്കോമ ഈ പറഞ്ഞ കിഡ്നിയുടെ അസുഖം പോലെ തന്നെയാണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്മൾ അറിയത്തില്ല. അത് ട്യൂബുലാർ വിഷൻ എന്ന് പറയും. നമ്മളൊരു താക്കോൽ ദ്വാരത്തിൽ കൂടി നോക്കുമ്പോൾ കാണുന്നത് പോലെ ആയി മാറും. ഒരു നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത് അതിന് കുറഞ്ഞ് താക്കോൽ ദ്വാരത്തിലേക്ക് കൂടി നോക്കുന്ന രീതിയിലേക്കാവും ഈ പ്രഷർ കൂടി വരുമ്പോൾ. അപ്പൊ നമ്മൾ ശരിക്കും വണ്ടി ഓടിച്ചു പോകുമ്പോൾ സൈഡിൽ നിന്ന് വരുമ്പോൾ കാണുന്നില്ല, ആക്സിഡന്റ് ഉണ്ടാവുന്നു, അങ്ങനെ പലരാശം വരുമ്പോഴേക്കും നമ്മളെടുത്ത് വരുന്നത്. അപ്പോഴേക്കും കണ്ണ് നോക്കണം, കണ്ണായിരിക്കും പ്രശ്നം. ചില സൈഡിൽ ഓവർടേക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പം അതും അതിലൊരു ഗ്ലോക്കോമ വീക്കാചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും എല്ലാവരുടെയും കണ്ണുകൾ അത് ഈ രോഗം ആകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും കണ്ണുപരിശോധന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാതെ തന്നെ എല്ലാവരും അവരുടെ കണ്ണ് വർഷത്തിലൊരിക്കലും പരിശോധിച്ചിരിക്കണം. കാഴ്ച നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരിക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്കൊരു ചെറിയ അറിവുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രത്യേകിച്ച് നമ്മുടെ മുഖവരക്കാരുടെ താലൂക്ക് ആശുപത്രി, നമ്മുടെ ആശുപത്രി വലിയമായി ഇനി ആര് ചെന്നാലും ഡോക്ടറോട് നമ്മൾ പറയുന്നു വെച്ച് കണ്ടിരുന്നു എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് ബന്ധം കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഡോക്ടറുടെ ഈ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും അറിയിക്കാൻ വേണ്ടി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ നമ്മുടെ കൺവീനറായിരിക്കുന്ന ശ്രീ സേവ്യറിനെ അദ്ദേഹത്തിന് ആദരവ് നൽകി ബഹുമാനിക്കുന്ന